ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ചൂടുകുരു മാറുന്നതിനായിട്ടുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയാണ് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം, മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്ന് പറയുന്നത് വളരെ ചൂടുള്ളൊരു സമയമാണ്. ഇപ്പോൾ ആണെങ്കിൽ അതിൻ്റെ കാഠിന്യം വളരെ കൂടുതലാണ് ഈ ഏപ്രിൽ മാസത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഒരുപോലെ കണ്ടുവരുന്ന ഒന്നാണ് ചൂടുകുരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസഹനീയമായിട്ടുള്ള ഭയങ്കര ചൊറിച്ചിലും എല്ലാം ഉണ്ടാവും ഇതിന്. ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂടുകുരു മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ ചൊറിച്ചിലും അസ്വസ്ഥതകളും എല്ലാം ഇല്ലാതാകുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത്, എന്തെല്ലാമാണ് ഇതിനാവശ്യം എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ്, ഈ കാണുന്നത് രക്തചന്ദനത്തിൻ്റെ കട്ടയാണ്. ഇത് നമ്മൾ അമ്മിക്കല്ലിലോ അല്ലെങ്കിൽ അലക്കുന്ന കല്ലിലോ അല്ലെങ്കിൽ ഇതുപോലെ വൃത്തിയുള്ള ഏതെങ്കിലും ഒരു കല്ലിൽ വെച്ചിട്ട് നിങ്ങൾ ഉരസി എടുക്കാവുന്നതാണിത്. ചന്ദനമൊക്കെ കുഴച്ചെടുക്കില്ലേ, അതേപോലെ തന്നെ നല്ലതുപോലെ ശക്തിയായിട്ട് ഉരച്ചെടുക്കുക. ഇങ്ങനെ കിട്ടുമ്പോഴുള്ള ആ കൊഴുപ്പുള്ള ഭാഗമാണ് നമ്മൾ ശരീരത്തിൽ തേക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരല്പം ശക്തിയിൽ തന്നെ നല്ലതുപോലെ ഉരസിയെടുക്കണം. കുറച്ച് നേരം മെനക്കെട്ടെങ്കിൽ മാത്രമേ കുറച്ച് കൊഴുപ്പിൽ ഇത് കിട്ടുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് തേക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം ഇതിങ്ങനെ ഉരസിക്കൊണ്ടേ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. വെറും വെള്ളം പോലെ തേച്ചിട്ട് കാര്യമില്ല. ഈ കാണുന്നത് പോലെ വേണം കിട്ടാൻ. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ശകലേച്ച് എടുത്തിടുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ആക്കിയിട്ട് ഇത് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചൂടുകുരു നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് തേക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങും. അതുകൊണ്ട് നിങ്ങൾക്കിത് തേച്ച് പിടിപ്പിച്ച് കുറേ നേരം ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഒരുപാട് പ്രയാസമൊന്നുമില്ല, തേച്ച് പിടിപ്പിക്കണമല്ലോ എന്നുള്ള സങ്കടമൊന്നും വേണ്ട. ഈ ഒരു ടിപ്സ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സമയനഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ചൂടുകുരു മാറുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വളരെ പെട്ടെന്ന് മാറും. ഒരുപാട് ദിവസങ്ങളിലൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ദിവസവും ഒരു 2 നേരം ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് അല്പം ചിരവിയ തേങ്ങ വെച്ചിട്ടാണ്. തേങ്ങയുടെ പാലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് നിങ്ങളതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം അതിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. തേങ്ങ പിഴിയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം ചേർക്കരുത്. നല്ല പാല് തന്നെ പിഴിഞ്ഞെടുക്കുക, വെള്ളം ചേർക്കാത്തത്. ഇതും തേക്കേണ്ട വിധം എന്ന് പറയുന്നത് രക്താന്തരം തേച്ച അതേപോലെ തന്നെയാണ്. പക്ഷേ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ സമയം നിങ്ങൾ ചിലവഴിക്കണം ഇത് ഉണങ്ങി വരാനായിട്ട്.
അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഒരല്പം ആര്യവേപ്പിൻ്റെ ഇലയിട്ടിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അടുപ്പത്തൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഈ വെള്ളം. അപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിലാണ് വെള്ളം ഉണ്ടാവുക. ആ വെള്ളം ഇളം ചൂടോട് കൂടി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക, കുളിക്കാനായിട്ട് ഉപയോഗിക്കുക. ഈ ആര്യവേപ്പിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് നിങ്ങളിങ്ങനെ കുളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ചൂടുകുരുവിൻ്റെ ചൊറിച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ നല്ലൊരു അണുനാശിനിയാണ് ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടിപ്സും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിൽ. വളരെ പെട്ടെന്ന് മാറുന്ന 3 ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.